ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേക തരം ബോണ്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ പരിപ്പ് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെറുപരിപ്പിട്ടാണ് ഈ ബോണ്ട ഞാൻ തയ്യാറാക്കിയത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഈവനിങ് സ്നാക്സായി എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ബോണ്ടയ്ക്കൊപ്പം കഴിക്കാൻ ഒരു ചമ്മന്തി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായ ചെറുപരിപ്പ് 1 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. ഈ സമയം ഒരു സവാളയും 1 കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തെടുത്തു. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പരിപ്പ് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഊറ്റിയെടുത്ത് ഒരു വലിയ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഈ പരുവത്തിലാണ് അരഞ്ഞു കിട്ടിയത്. കുറച്ചുകൂടെ അരച്ചെടുക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് 2 സ്പൂൺ വെള്ളം ചേർത്ത് ഉഴുന്ന് വടയ്ക്ക് അരയ്ക്കുന്നത് പോലെ നന്നായി അരച്ചെടുക്കാം. നല്ല ഫൈനായി അരഞ്ഞിട്ടുണ്ട്. ഇനി മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്യാം. എരിവിനായി ഞാൻ മുളക് പൊടിയല്ല ചേർക്കുന്നത്, ക്രഷ് ചെയ്തെടുത്ത മുളകാണ് ചേർക്കുന്നത്. 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ചളവിൽ ബേക്കിംഗ് സോഡയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ച് 2 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്ത് ഫ്ലഫിയാക്കി എടുക്കാം. ഉഴുന്നുവട ചെയ്യുമ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് ഫ്ലഫിയാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. നന്നായി തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ കുറേശ്ശെയായി മാവിട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ബോണ്ടയാണ് തയ്യാറാക്കുന്നത്. 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മാവിട്ടതിന് ശേഷം ലോ ഫ്ലെയിം ആക്കുക. ബോണ്ടയുടെ അകവും പുറവും ഒരുപോലെ വെന്ത് കിട്ടാൻ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇട്ട ബോണ്ട എല്ലാം നല്ല ഫ്രൈ ആയി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ തയ്യാറാക്കിയ ബോണ്ട പുറം നല്ല ക്രിസ്പിയും അകം സോഫ്റ്റുമാണ്. ഇനി ബാക്കി മാവും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം ബോണ്ടയോടൊപ്പം കഴിക്കാനുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ, 2 ചെറിയ ഉള്ളി, ഒരു വലിയ പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തരിത്തരിയായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഒരു വെള്ള ചമ്മന്തിയും റെഡിയാക്കി. ഈ ചമ്മന്തിയും ബോണ്ടയും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ബോണ്ടകളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഒരു ഈവനിങ് സ്നാക്സായി കുട്ടികൾക്കും എല്ലാവർക്കും ഇത് കഴിക്കാം. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.